ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നേതാവിൻ്റെ മകൾ ഇതുപോലൊരു വ്യവസായിയുടെ ഒരു ബിസിനസ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് വീണയോടൊരു സഹതാപം പോലും ഉണ്ട്. ഐ തിങ്ക് ഷീ ഈസ് ഓൺലി ദ റിസീവിങ് എൻഡ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും പിണറായി വിജയനാണ്. ഇപ്പം മൊഴി കൊടുക്കുമ്പോൾ വീണ പറയുന്നത് മീറ്റിങ്ങുകളൊക്കെ നടന്നത് കർത്തായുടെ റെസിഡൻഷ്യൽ ഓഫീസിലാണ്. അവിടെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആൾക്കാരും കൂടി ഇരുന്നാണ് ചർച്ച ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വീട്ടിൽ പോയി കാപ്പി കുടിച്ചു പോരുന്നതിനെയാണ് ഈ പറയുന്നതെന്ന് നമുക്കെല്ലാവർക്കും അതിൻ്റെ മലയാളം എന്താണെന്ന് നമുക്കറിയാം. മാസപ്പടിയായി ഇവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കാൻ തീരുമാനിക്കുക, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കറപ്ഷനാണ്. നോക്കുകൂലിക്കെതിരെ, ഇവിടുത്തെ തൊഴിലാളികൾക്കെതിരെ ഘോരം സംസാരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ മകൾ നോക്കുകൂലി വാങ്ങുന്നതിനെ പാർട്ടി മുഴുവനും കൂടെ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുകയാണ്. അവർ പോലീസിനേക്കാൾ ട്രെയിൻഡാണ് ഇത്തരം കാര്യങ്ങളിൽ. അവർക്കത് ചെയ്യാൻ അറിയാവുന്നവരാണ് അത് ചെയ്തത്. അതിന് നിങ്ങൾ പാർട്ടി പ്രവർത്തകരെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്കത് നന്നായിട്ട് അറിയാവുന്നവർ അത് എക്സിക്യൂട്ട് ചെയ്തതാണ്. അത് വളരെ ആസൂത്രിതമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അവർ വേറെ വല്ല പണിക്ക് പോവുകയാണ് നല്ലത്. നമസ്കാരം. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ വീട്ടിലും അതുകൂടാതെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും മറ്റ് സ്ഥാപനങ്ങളിലും ഇക്കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡ് നടത്തി മടങ്ങുന്ന ED സംഘത്തെ തിരുവനന്തപുരത്ത് CPM പ്രവർത്തകർ ആക്രമിക്കുന്ന പ്രവണതയുമുണ്ടായി. സത്യത്തിൽ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം, അച്ഛനും മകളും നടത്തിയ സാമ്പത്തിക ഇടപാടിൽ എന്തിനാണ് പാർട്ടി ഇടപെടുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കാരെ എന്തിനാണ് ഇരയാക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് C. മാത്യു. എനിക്കത് മനസ്സിലാകുന്നില്ല. അതായത് ഇത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കാര്യമേ അല്ല. ഇപ്പോൾ ലാവ്ലിനാണെങ്കിൽ പോലും അതിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുകയോ അങ്ങനെ കാണുകയോ ചെയ്യാം. ഇപ്പോൾ ലാവ്ലിൻ കേസിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണോ, അത് ഒരു പുതിയ അതായി ഭരണാധികാരിയായി വന്ന ഒരാളുടെ പരിചയക്കുറവ് കൊണ്ടാണോ, സാങ്കേതികമായ ക്രമക്കേടുകളാണോ, ഉദ്യോഗസ്ഥരുടെ പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണോ, ഇങ്ങനെയൊക്കെ സംശയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സംശയമൊന്നും അസ്ഥാനത്തല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിലും സംശയമൊന്നും അസ്ഥാനത്തല്ല. പ്രത്യേകിച്ച് അതിലേക്ക് ഡീപ്പായിട്ട് പോയില്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ ഒരു നേതാവ് അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം ആ സംശയങ്ങൾ സ്വാഭാവികമാണ്, ന്യായമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഇപ്പം ഈ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യവസായം നടത്തുന്ന രീതികളെക്കുറിച്ച്, ഇവിടുത്തെ പ്രകൃതി ചൂഷണത്തെക്കുറിച്ച്, മലിനീകരണത്തെക്കുറിച്ച്, അഴിമതികളെക്കുറിച്ച് ധാരാളം കഥകൾ വന്നിട്ടുള്ള ഒരു വ്യവസായിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യവസായിയുടെ സഹായം പറ്റാൻ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർ തീരുമാനിക്കുമ്പോൾ, ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ കാര്യം പറഞ്ഞാൽ മറ്റ് പല രാഷ്ട്രീയ നേതാക്കളും മക്കൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊള്ളണം എന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേസിൽ അങ്ങനെയല്ലെന്ന് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊരു വീട്ടിൽ താമസിക്കുന്നു, അവർ എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകൾ ഇടപെടുന്നു. അതിനെ പൂർണ്ണമായി ഈ നിമിഷം വരെയും പിണറായി വിജയൻ എൻഡോസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നേതാവിൻ്റെ മകൾ ഇതുപോലൊരു വ്യവസായിയുടെ ഒരു ബിസിനസ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് പോട്ടെ, അത് ഞാൻ വേറെ വ്യക്തിയാണ് എന്നൊക്കെ. ഇത് വേറെ വ്യക്തിയല്ല, ഇത് ഒരേ വീട്ടിൽ താമസിക്കുക, ഒരേ അഡ്രസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇത് ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നു. ആദ്യം കമ്പനി തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. ടെക്നോ പാർക്കിൽ ആദ്യം
RP ടെക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ് രവി പിള്ള ടെക്നോളജി സൊല്യൂഷൻസിൻ്റെ CEO ആയിട്ട് ഇവർ വരുന്നു. അതുൾപ്പെടെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഈ വീണ തൈക്കണ്ടിയിലിനെ അല്ല കുറ്റപ്പെടുത്തുക. അതിലെല്ലാം ഒരു രവി പിള്ള വന്നിട്ട് വീണ തൈക്കണ്ടിയിലിനെ കണ്ട് അങ്ങനെ ഒരു ഫേവർ ചെയ്യേണ്ട ആവശ്യം രവി പിള്ളയ്ക്കോ ശശിധരൻ കർത്തയ്ക്കോ അങ്ങനത്തെ വ്യവസായികൾക്കൊന്നുമില്ല. അവർ ചെയ്യുന്നത് ഈ രാഷ്ട്രീയ നേതാവിനാണ്. അതിൻ്റെ റിസീവിങ് എൻഡ് മാത്രമായിട്ടാണ് ഈ പിള്ളേർ മാറുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് വീണയോടൊരു സഹതാപം പോലും ഉണ്ട്. ഐ തിങ്ക് ഷീ ഈസ് ഓൺലി ദ റിസീവിങ് എൻഡ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും പിണറായി വിജയനാണ്. അത് ധാർമ്മികമായ കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സാങ്കേതികമായി ഈ വിഷയത്തിലേക്ക് വന്നാൽ പാർട്ടിയും പറയുന്നത് അതാണ്, 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവിടെ സ്ഥാപിക്കാനായിട്ട് പോകുമ്പോൾ എംപവർ ഇന്ത്യ എന്നുള്ള ഈ കർത്തായുടെ ഭാര്യയൊക്കെ ഡയറക്ടറായിരിക്കുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു NBFC ആണ്. അതിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷം, ആദ്യം 25 പിന്നെ 25, അങ്ങനെ 50 ലക്ഷം രൂപ വായ്പയായി കൊണ്ടുവന്നു. ഈ വായ്പ എന്ന് പറഞ്ഞാൽ തിരിച്ചടക്കേണ്ടാത്ത വായ്പ എന്നാണ്, ഗ്രാൻഡ് എന്ന് വേണേൽ പറയാം. അതും കൊണ്ട് പോകുന്നു. അവിടെ ചെന്ന ശേഷം അവിടെയുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് കണ്ണൂർ കേന്ദ്രമായിട്ട് ചെറിയതായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതാപിതാക്കളുമായിട്ടും ഒക്കെ അറ്റൻഡൻസും ഒക്കെ ഷെയർ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ. ഇത് അന്ന് കോപ്പറേറ്റീവ് ബാങ്കുകളെയും കോപ്പറേറ്റീവ് സംഘങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് വിറ്റഴിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയാണ്. അത് നിങ്ങൾ അന്വേഷിച്ചാൽ അതിൻ്റെ കഥകൾ തന്നെ നിങ്ങൾക്ക് ധാരാളം കേൾക്കാൻ കഴിയും. ആ സോഫ്റ്റ്വെയറാണ് അത് ബാംഗ്ലൂരിലേക്ക് ചെന്ന് ഈ കമ്പനി സ്ഥാപിക്കുമ്പം അത് ക്ലൗഡ് ബേസ്ഡായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മേഘ് എന്ന് പറയുന്നത്. അത് തന്നെ മേഘത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് റൂബി ഓൺ റെയിൽസിൽ എന്ന് പറയുന്ന സാങ്കേതികത ഞാൻ ടെക്നിക്കലായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പറയണം. അതിലത് അഴിച്ച് പണിത് ചെയ്യുന്നു എന്നല്ലാതെ ഇവർ വേറൊരു സോഫ്റ്റ്വെയർ അവിടെ ചെയ്തതായിട്ട് ഈ അവിടെ ജോലി ചെയ്തവരുടെ പ്രൊഫൈൽ നോക്കിയാലോ കമ്പനിയുടെ പ്രൊഫൈൽ നോക്കിയാലോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അവിടെയാണ് ഈ CMRലുമായിട്ടുള്ള ഈ ഇടപാടുകൾ വരുന്നത്. ഇത് 2016 അധികാരത്തിൽ പിണറായി വിജയൻ വന്നതിന് തൊട്ട് പിന്നാലെ ഇത് സംഭവിക്കുന്നു. അതും ഒരു സ്ഥാപനത്തെ എൻഗേജ് ചെയ്യുന്നതിന് 3 ലക്ഷവും ഒരു വ്യക്തിയെ എൻഗേജ് ചെയ്യുന്നതിന് 5 ലക്ഷവും എന്നുള്ള രീതിയിലാണ് റീറ്റെയിനർ എഗ്രിമെൻ്റ് വരുന്നത്. എന്നിട്ട് ഈ സ്ഥാപനത്തോട് പറഞ്ഞ ഒരു പ്രവൃത്തിയും ഇവർ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രവൃത്തിയും സംബന്ധിച്ചൊരു ആശയവിനിമയം നടന്നിട്ടില്ല. അവിടെ ജോലി ചെയ്ത സാങ്കേതിക രംഗത്ത് ജോലി ചെയ്ത ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തവർക്കൊന്നും CMRLനെ കുറിച്ചോ അങ്ങനെ ഒരു പ്രവൃത്തിയെക്കുറിച്ചോ അറിവുമില്ല. അപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ധാരണ പോലുമില്ല. ഇപ്പം മൊഴി കൊടുക്കുമ്പോൾ വീണ പറയുന്നത് മീറ്റിങ്ങുകളൊക്കെ നടന്നത് കർത്തായുടെ റെസിഡൻഷ്യൽ ഓഫീസിലാണ്. അവിടെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആൾക്കാരും കൂടി ഇരുന്നാണ് ചർച്ച ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വീട്ടിൽ പോയി കാപ്പി കുടിച്ചു പോരുന്നതിനെയാണ് ഈ പറയുന്നതെന്ന് നമുക്കെല്ലാവർക്കും അതിൻ്റെ മലയാളം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഇടപാടിലൂടെ മാസപ്പടിയായി ഇവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കാൻ തീരുമാനിക്കുക, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കറപ്ഷനാണ്, പൊളിറ്റിക്കൽ കറപ്ഷനാണ്. അതിൻ്റെ സാങ്കേതികമായി അതിൻ്റെ ബെനിഫിഷ്യറി വീണ തൈക്കണ്ടിയിലായതുകൊണ്ട് അവരിതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഇവിടുത്തെ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത്, ഇതൊരു കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടി. അവിടെ മുഗൾ കമ്മിറ്റിയിലുള്ള നേതാക്കന്മാരെന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ പര്യായങ്ങളായിട്ടാണ് കാണുക. അവർ പാർട്ടി നയങ്ങളും മാത്രമേ പ്രവർത്തിക്കൂ ജീവിക്കൂ എന്നാണ് കരുതേണ്ടത്, അങ്ങനെയാണ് അനുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ PV അംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തുല്യമായിട്ടാണ് അണികൾ കണ്ടു വന്നിട്ടുള്ളത്. അവരൊന്നും അഴിമതി കേസിൽ പെടുമെന്നോ അഴിമതി ആരോപണം അവർക്ക് നേരെ വരുമെന്നോ നമുക്കൊന്നും ഊഹിക്കാൻ കഴിയില്ല. ഞങ്ങൾ വീടാന്തരം വോട്ട് പിടിക്കാൻ പോകുന്ന സമയത്ത് ബോഫോസിൻ്റെ കാര്യം, മറ്റ് പല അഴിമതിയുടെ കാര്യം, സ്നാം പ്രൊഗട്ടി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഈ വീടുകളിൽ ചെല്ലുന്നത് ഒരു അഹങ്കാരത്തോടെയാണ്.
ഇത്തരം ആരോപണങ്ങളൊന്നും ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ വരില്ല എന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയാണ് ഈ വീട് വീടാന്തരം വോട്ട് പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ഉത്തമ ബോധ്യമുണ്ടല്ലോ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ്, ഇത് മുഴുവൻ തകർന്നു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകള് ഇതുപോലൊരു വ്യവസായിയുമായി കരാറിലേർപ്പെടുക എന്നുള്ളത്, ഒരു പ്രവൃത്തിയും ചെയ്യാതെ അതിന് പാരിതോഷികം പറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, അത് ഒരു കേന്ദ്ര ഏജൻസി പിടി വീഴുന്നിടം വരെയും അത് തുടരുക എന്നുള്ളത്, പിടി വീണു എന്നറിഞ്ഞ ഉടനെ തന്നെ ആ എഗ്രിമെൻറ്റും തീരുന്നു, ഈ കമ്പനിയും അവസാനിപ്പിക്കുന്നു, എന്നിട്ട് മടങ്ങിപ്പോരുക എന്നുള്ളത്. ഇപ്പോൾ EDയുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു പടി കൂടി കടന്ന് ഡിക്ലെയർഡായിട്ടുള്ള വരുമാനം ഇത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കി ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കാൻ അവർക്ക് അവകാശമുണ്ട്, പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നുള്ള രീതിയിൽ. അത് പരിശോധിക്കുമ്പം ബാക്കിയുള്ള തുക എവിടെ നിന്ന് വന്നു എന്നും പറയേണ്ടി വരും. അപ്പോൾ വേറെ പല കാര്യങ്ങളും അനാവരണം ചെയ്യപ്പെടും. ഇത് മാത്രമല്ല, സാന്റാ മോണിക്കയുടെ കയ്യിൽ നിന്ന് 66 ലക്ഷം രൂപ മറ്റോ വേറെ ഒരു 10-12 സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ ചില ഇമെയിലും ചില തെളിവുകളുമുണ്ട്. CMRLന് യാതൊരു തെളിവുമില്ല, അത് മാത്രമേ ഈ വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ ഇടപാടുകളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വന്നതെന്നും കൊടുത്ത സോഫ്റ്റ്വെയർ എന്നും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പിറകിൽ ഈ അധികാരത്തിൻ്റെ ഒരു സമ്മർദ്ദം, ഇവിടെ ബിസിനസ് ചെയ്ത് ജീവിക്കണമെങ്കിൽ ഇതിന് വഴങ്ങി കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു സമ്മർദ്ദം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ചെടുക്കാൻ പറ്റും. IT രംഗത്തുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ആ കാര്യം, ആ ഒരു എഡിറ്റർ കൊടുക്കുന്നതിന് എങ്ങനെയാണ് ഈ 10-66 ലക്ഷം രൂപ വാങ്ങുക എന്നുള്ളതും, എന്താണ് ഈ മാർക്കറ്റിൽ നിരവധി നല്ല സാധനങ്ങളുള്ളപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈ അന്യായ വില കൊടുത്ത് ഇത് വാങ്ങേണ്ടി വരുന്ന സാഹചര്യമെന്നും നമ്മൾ മനസ്സിലാക്കാൻ പാടൂർപ്പടി വരെയൊന്നും പോകണ്ട. അപ്പോൾ അങ്ങനെ കറപ്ഷനിൽ മുങ്ങിയ ഒരു ചരിത്രമാണ് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇതിനെ പല അധികാരത്തിലിരിക്കുമ്പോഴുള്ള പല ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടതികളുടെ ഒരു നെറ്റ്വർക്ക്, ഒരു സ്പൈഡർ വെബ് എന്നൊക്കെ പറയാവുന്ന പോലെ കോടതികൾ 3-4 ഹൈക്കോടതികളെ ഒരേ സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒക്കെ ചെക്ക്മേറ്റ് ചെയ്ത് നിർത്തി ഇത് മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു കണ്ണി പൊട്ടിയതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതും അടുത്ത ലെവലിൽ കെട്ടാമോ എന്ന് തന്നെയാണ് ഇവർ നോക്കുക. ഞാനിതൊന്നും ഒരു കൾമിനേഷനിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുകയല്ല. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പറ്റിയിരിക്കുന്ന അപകടം, ഈ പാർട്ടിയെയും ഈ നേതാവിനെയും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംഘടനാ രൂപം കൊണ്ട് തന്നെ കൂട്ടിക്കെട്ടപ്പെട്ട ഒരു രീതിയാണത്. ഇതിനെതിരെ ഈ നിരവധിയായിട്ടുള്ള ഈ ആക്ഷേപങ്ങളെല്ലാം വരുമ്പോഴും അത് അന്വേഷിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരു ന്യായീകരണമായിട്ട് അണിനിരക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. അതിൻ്റെ കാരണം, ഈ ഉന്നത കമ്മിറ്റിയിലേക്ക് വന്നവർ മുഴുവൻ വളരെ വിഭാഗീയമായി ഇദ്ദേഹം ഹാൻഡ് പിക്ക് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ഒരു അജ്ഞാനുവർത്തികളായിട്ടുള്ളവരാണ്. അപ്പോൾ അവർ ചെയ്യുന്നത്, ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യങ്ങൾക്ക് സംരക്ഷണമാണ് പാർട്ടി പ്രവർത്തനം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാമേജ് ഏൽക്കുമ്പം പറ്റുന്നത്, ഒരു വ്യക്തിക്ക് ഏൽക്കേണ്ട ഡാമേജ് പാർട്ടിയുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അത് താങ്ങാനുള്ള കെൽപ്പില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയ സ്ഥിതി എന്നും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി പ്രവർത്തകരും ചിന്തിക്കേണ്ട ഒരു കാര്യം, രക്തസാക്ഷികൾ പണിതുയർത്തിയ വലിയ ആശയം പേർന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് നിലനിൽക്കേണ്ടത് വളരെ പ്രസക്തമായിട്ട്, ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമായിട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലൊരു കാര്യം ചെയ്യുന്നത് ചരിത്രപരമായിട്ടുള്ള വലിയൊരു വിഡ്ഢിത്തരം നമ്മൾ കാണിക്കുകയായിരിക്കും. അതുതന്നെ അത് ഇറിപ്പയറബിളായിരിക്കും, തിരിച്ചു പിടിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് തിരിച്ചറിയുകയും അവസരത്തിനൊത്ത് ഉയർന്ന് പാർട്ടി ചിന്തിക്കുകയുമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ ED സംഘം തിരിച്ചു മടങ്ങുന്നതിനിടെയാണ് പാർട്ടി പ്രവർത്തകർ ED സംഘം സഞ്ചരിക്കുന്ന വാഹനം ആക്രമിക്കുന്നത്. ഇതിന് പിന്നാലെ പിണറായി വിജയൻ്റെ ഇത് വളർന്നോ അല്ലെങ്കിൽ കോട്ടം തട്ടിയോ എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഇപ്പോഴും 37% വോട്ട് കിട്ടിയ ഒരു മുന്നണിയാണ് ഇവിടെ ഉള്ളത്. പാർട്ടി പ്രവർത്തകരെല്ലാവരും ഇത് തിരിച്ചറിഞ്ഞു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി തിരിച്ചറിഞ്ഞാലും കുറച്ച് പേര് അതിൻ്റെ അകത്ത് വോട്ടിങ്ങിലും ഒക്കെ അങ്ങനെ തുടരുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത്, കുറച്ച് പ്രവർത്തകർ തീർച്ചയായിട്ടും ഈ നേതാക്കന്മാരുടെയൊക്കെ പിന്നിലുണ്ട്. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്നതാണൊക്കെ ഉണ്ട്. അതൊരു കേരളത്തിലെ ഒരു പാർട്ടി പ്രവർത്തകരുടെ ഒരു പൊതുവികാരമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങളതിൽ പങ്കെടുത്തവരുടെയൊക്കെ
ഒരു പ്രൊഫൈൽ തിരുവനന്തപുരത്തുള്ള നമുക്കൊക്കെ അറിയാം, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാലും അവിടെ വെച്ച് സംഭവിച്ചത്, ഒന്ന്, നിയമപരമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഒട്ടും ഗുണം ചെയ്യില്ല, അത് ശരിയായില്ല. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എന്താണെങ്കിലും അത് ബാക്ക് ഫയർ ചെയ്യുക മാത്രമേ ഉള്ളൂ. ആരാധകരാണ് എന്നാണ് പറയുന്നത്. അത് അവരെ പറഞ്ഞ അവരുടെ പ്രൊഫൈൽ നോക്കുമ്പം ആരുടെ ആരാധകരായിട്ടാണ് ഇത് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോവില്ല. ഈ നേതാക്കന്മാരെല്ലാം അവിടെ നിൽക്കുക, അത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ വലിയ പരാജയമാണ് അവിടെ കണ്ടത്. കാര്യം അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ അവർ പറയുന്നതനുസരിച്ചല്ല ഇതുപോലത്തെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരുന്നത്. ഇതിലെല്ലാം അപ്പുറത്ത് പിണറായി വിജയനെ പോലൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, 10 വർഷം ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ, ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഈ അക്രമം കൺമുൻപിൽ നടക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും നമ്മളിങ്ങനെ ഒന്നിച്ചാണ് ചെറുക്കേണ്ടതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ജനങ്ങൾ അദ്ദേഹത്തിനെ ഡിഫെൻസീവിലാക്കിയാൽ ചോദ്യം ചെയ്യാൻ ആൾക്കാരിവിടെ കായികമായിട്ട് പോലും ചോദ്യം ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ ഉള്ളത് ത്രസിപ്പിക്കുന്നത് മനുഷ്യ സഹജമാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് കാണിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി കാണിച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറഞ്ഞ പക്ഷം വെറുതെയെങ്കിലും അവസാനം അണികൾ സംയമനം പാലിക്കണമെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും ജനാധിപത്യപരമായിട്ട് മാത്രമേ നമ്മൾ പ്രതിഷേധിക്കാവൂ എന്നുമൊക്കെ വെറുതെയെങ്കിലും ഒന്ന് പറയേണ്ടതായിരുന്നു. പക്ഷേ അന്നേരത്തെ ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് അതുപോലും പറയാൻ കഴിഞ്ഞില്ല. ഹി വാസ് വെരി വിസിബിളി ഹാപ്പി വിത്ത് വാട്ട് ഹാപ്പൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും ഇത് അനാവരണം ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരു കാര്യമാണത്. ഇതിനെ അദ്ദേഹം വിദ്രോഹ സഖ്യമെന്ന് വിളിക്കുമോ, വികസന സഖ്യമെന്ന് വിളിക്കുമോ, എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെയല്ല. ഇതിനെ നിയമപരമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. നിയമപരമായി കൈകാര്യം ചെയ്യാവുന്ന കുറേ മാർഗ്ഗങ്ങൾ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ നിയമം എന്ത് പറഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു CPMൻ്റെ PB അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതാത്ത വലിയ വീഴ്ചയാണ് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇതിന് മുമ്പുള്ള കാര്യങ്ങളിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയോ അവരുടെ നേതാക്കളോ അദ്ദേഹമോ ഒരാൾ പോലും ഇതുവരെ ഈ കാര്യത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. നോക്കുകൂലിക്കെതിരെ, ഇവിടുത്തെ തൊഴിലാളികൾക്കെതിരെ ഘോരം സംസാരിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ മകൾ നോക്കുകൂലി വാങ്ങുന്നതിനെ പാർട്ടി മുഴുവനും കൂടെ ഇറങ്ങി ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇവിടെ കൂലിക്ക് അന്നത്തെ ആഹാരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു തൊഴിലാളി ചാക്കിറക്കി വെച്ച് ഡിമാൻഡ് ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ ഈ അട്ടിമറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാനതിനെ ന്യായീകരിക്കുകയൊന്നുമല്ല, ജോലി ചെയ്യാതെ കൂലി വാങ്ങരുത് എന്നവർ പറയുന്നത്. അപ്പോൾ ജോലി ഇല്ലാതെ ഞങ്ങളെങ്ങനെ ജീവിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇതിന് രണ്ടിനുമുള്ള ഉത്തരവാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനൊരു നോക്കുകൂലിയെ മുഴുവൻ റാറ്റിഫൈ ചെയ്യാനായിട്ടൊരു പാർട്ടി ഇറങ്ങി നിൽക്കുകയും അതേസമയം തൊഴിലാളികളെ അട്ടിമറിക്കാരെന്ന് വിളിക്കുകയും ചെയ്യുന്നതിലെ ഒരു വൈരുദ്ധ്യവും കൂടി നമുക്കിതിൽ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നാലെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇത് ഈ കേന്ദ്ര സേന, അതായത് ഈ ED സംഘം സെർച്ച് നടത്തുന്നത് മുൻകൂട്ടി അറിയിച്ചില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പോലീസ് സന്നാഹങ്ങളൊന്നും തന്നെ ഏർപ്പാടാക്കാൻ സാധിച്ചില്ല എന്ന്. അതിൽ എന്താണ് ഒരു യുക്തി? എന്താണ് ഈ ED അങ്ങനത്തെ സെർച്ചുകൾ മുൻകൂട്ടി അറിയിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ രാവിലെ 7 മണി മുതൽ തന്നെ CPM സംഘം നേതാക്കളെല്ലാവരും തന്നെ പിണറായി വിജയൻ്റെ വാടക വീടിന് മുൻപിൽ ഉണ്ടായിട്ട് പോലും കൃത്യമായ പോലീസ് സജ്ജീകരണങ്ങളും ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ED അങ്ങനെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു പതിവില്ല. ഈ കേസിൽ ഒട്ടും അറിയിക്കാൻ പറ്റില്ല. കാരണം RCയും KKയും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണെന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം കർത്തായെ സംരക്ഷിക്കാനുള്ള ബാധ്യതയെങ്കിലും ഇവർക്കൊക്കെ ഉണ്ട് എന്ന് ന്യായമായി ഏത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയും സംശയിക്കാം. പക്ഷേ സാധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ED റെയ്ഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന പോലീസിനെ വിവരം അറിയിക്കും. ഇന്നലെയും അത് അറിയിച്ചിട്ടുണ്ടാവാനാണ് വഴി. അത് പറയാതെ അർത്ഥസത്യം പറയുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നുള്ളത് സത്യം, പക്ഷെ പിന്നീട് അറിയിച്ചു എന്നുള്ള കാര്യം പറയാതിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളതാണ് പോലീസ്.
അവിടെ ഒരു ജനക്കൂട്ടം സംഘടിച്ചു വന്ന് പ്രതിഷേധിക്കുന്നു എന്നുള്ള വിവരം അവരറിഞ്ഞിട്ടുണ്ട്. അവിടെ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ മുൻകൂട്ടി അറിയിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ തീർത്തും അപ്രസക്തമാണ്. ഇവർ പിടിച്ചു മാറ്റിക്കൊണ്ടിരുന്ന പ്രതികളാണ്. ആ പ്രതികൾ പാർട്ടി ഓഫീസിൽ എത്തിപ്പെട്ടതുപോലും ഇവരുടെ ഒരു കഴിവില്ലായ്മയുടെ തെളിവാണ്. അവിടെ മതിയായ ഫോഴ്സ് ഉണ്ടായിരുന്നില്ല, ഉള്ള ഫോഴ്സിന് അതിനുള്ള സന്നാഹങ്ങളുണ്ടായിരുന്നില്ല. അവർ അവിടുത്തെ സ്ഥിതി വേണ്ട രീതിയിൽ അസസ് ചെയ്തില്ല. ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം മനസ്സിലാക്കി അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. ഇതിലെല്ലാം ഗുരുതരമായ വീഴ്ചയാണ് അവർക്ക് സംഭവിച്ചത്. അതുകൊണ്ട് അതിന് ന്യായീകരണം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. ഇന്നലെ നമ്മൾ ഈ ഒരു ദൃശ്യം കണ്ടു നിന്നപ്പോൾ, അതായത് ED സംഘം സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ഈ കല്ല് എടുത്തെറിയുന്ന ഈ ഒരു സമയത്ത് പോലീസുകാർ ഈ വാഹനത്തിന് ചുറ്റുമുണ്ട്. അതിനിടയിൽ കൂടെയാണ് പ്രവർത്തകർ ഇടിച്ചു കയറുന്നത്. ആ പ്രവർത്തകരെ ഒന്ന് മാറ്റി നിർത്താൻ പോലും പോലീസ് സന്നാഹത്തിനോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കഴിവുകേടായിട്ടാണ് തോന്നുന്നത്. അതേസമയം തന്നെ CPMകാരെ നിലവിലുള്ള ഫോഴ്സ് ഭയക്കുന്നു എന്നുള്ളൊരു സംശയം തോന്നുന്നു. അതായത് പോലീസ് സംഘമാണ് അവരുടെ വാഹനത്തെ ഇങ്ങനെ കൈ കാണിച്ച് ട്രാഫിക് പോലീസ് ചെയ്യുന്നത് പോലെ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറക്കിയത്. അറിഞ്ഞുകൊണ്ട് ചെയ്തെന്ന് ഞാൻ ആരോപിക്കുകയല്ല. പക്ഷേ അവിടെ നിൽക്കുന്നവരുടെ ഒരു പ്രൊഫൈൽ ഇവർ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അവിടെ മുട്ട കയ്യിൽ വന്നത് അന്നേരം എവിടുന്നെങ്കിലും ആരെങ്കിലും ഇട്ടതല്ല, കൊണ്ടുവന്നതാണ്. അപ്പോൾ ചുടുകട്ട അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ ആ കണ്ണാടിയെല്ലാം കൈകൊണ്ട് തച്ച് തകർക്കുന്നത് നിങ്ങൾ കാണുകയാണ്. എങ്ങനെയാണ് അടിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു. ഒരാളുടെയും കൈക്ക് ഒരു മുറിവ് പോലും പറ്റിയില്ല. അവർ ഇരു കൈകളും ചേർത്ത് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കണ്ടു. ആ ചുടുകട്ട എറിയുമ്പം തന്നെ അതിൻ്റെ ആംഗിള് നിങ്ങൾ കണ്ടു. അതിൻ്റെ ആ വീതിയുള്ള ഭാഗം എടുത്ത് അതിലിടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ണാടി തകർക്കാനും അകത്തുള്ളവരെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ കാർ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനായിട്ട് ആസൂത്രിതമായി ചെയ്ത നീക്കമാണ്. അത് വളരെ നന്നായി അറിയാവുന്നവർ ചെയ്തതാണ്. അത് പ്രൊഫഷണലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പോലീസുകാർ പിടിച്ചാൽ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൈ രണ്ടും പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ കാലുകൊണ്ട് ചവിട്ടുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതെല്ലാം വളരെ അവർ പോലീസിനേക്കാൾ ട്രെയിൻഡാണ് ഇത്തരം കാര്യങ്ങളിൽ. അവർക്കത് ചെയ്യാൻ അറിയാവുന്നവരാണ് അത് ചെയ്തത്. അതിന് നിങ്ങൾ പാർട്ടി പ്രവർത്തകരെന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്കത് നന്നായിട്ട് അറിയാവുന്നവർ അത് എക്സിക്യൂട്ട് ചെയ്തതാണ്. അത് വളരെ ആസൂത്രിതമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അവർ വേറെ വല്ല പണിക്ക് പോവുകയാണ് നല്ലത്. അവിടെ അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരെല്ലാം ദേ ആർ ഗിൽറ്റി ഓഫ് ഇനാക്ഷൻ. അവർക്ക് ഈ പണി പറ്റിയതല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ വന്നത് ഗൗരവതരമായ വീഴ്ചയാണ്. അതിനി എങ്ങനെ പരിഹാരം കാണുക എന്നുള്ളത് വേറെ ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ. ED സംഘത്തെ ആക്രമിച്ച ഈ സംഭവം പിണറായി വിജയനെയും വീണ തൈക്കണ്ടിലിനെയും കൂടുതൽ ഇറുക്കും, അതായത് ED കൂടുതൽ കടുത്ത നടപടിയിലേക്ക് ഈ ഒരു സംഭവത്തിന് കാരണമാകുമോ? ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. കാരണം ഈ വരുന്ന ഉദ്യോഗസ്ഥരുടെ ഒന്നും കയ്യിലോ അവർക്ക് മുറിവേൽക്കുന്നോ ഒന്നും അല്ല അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിൻ്റെ 10-ലൊന്നോ 100-ലൊന്നോ പോലും തെളിവില്ലാത്ത കേസുകളിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ കേജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം കോടതി ചോദിക്കുന്നത് ഇവരെ ബന്ധിപ്പിക്കാവുന്ന എന്ത് തെളിവാണ് ഇതിലുള്ളതെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഒരു സംവിധാനം അങ്ങനെയാണ്. അതിൻ്റെ ഒരു ട്രയൽ നടക്കുന്ന ഘട്ടം വരെ ഈ അന്വേഷണ ഏജൻസിക്ക് വലിയ അപ്പർ ഹാൻഡുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ എല്ലാം ഇറുക്കിയിരുന്ന ഒരു അന്വേഷണ സംഘം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് കാണിച്ചത് വലിയ മഹാമനസ്കതയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും. അപ്പോൾ അതിനൊരു രാഷ്ട്രീയമായ കാരണമുണ്ട് എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ആ കാരണങ്ങൾക്ക് മാറ്റം വന്നോ ഇല്ലയോ എന്ന് നമുക്ക് പറയാറായിട്ടില്ല. അതുകൊണ്ടൊരു റെയ്ഡ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിനൊരു മാറ്റം വന്നു എന്ന് റീഡ് ചെയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വന്നെങ്കിൽ അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തീരുമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ ധാരാളം മെറിറ്റ് ഉണ്ടെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവർ CPMൻ്റെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടെ വന്നപ്പോൾ നിങ്ങൾ എതിർത്തു, കേജ്രിവാളിൻ്റെ കേസിൽ എതിർത്തു, ഇവിടെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ഇവർ മനസ്സിലാക്കേണ്ടത് പശു ഒരു നാൽക്കാലി മൃഗമാണ്, എല്ലാ നാൽക്കാലി മൃഗവും പശുവല്ല എന്ന് പറയുന്നത് പോലെ ഇവർ പറയുന്നത് അവരെല്ലാം ഇവർ തെറ്റായി ഇൻഡിക്റ്റ് ചെയ്തുകൊണ്ട് ഇവർ ഇൻഡിക്റ്റ് ചെയ്യുന്നവരെല്ലാം തെറ്റാണ് എന്ന് പറയുന്നത് ഒരു അർത്ഥവുമില്ല.
ഇതിൻ്റെ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് തീരുമാനിക്കാൻ ഒക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് കാരണങ്ങളാൽ അവർ ഈ നടത്തിയത് അഴിമതിയാണ് എന്നുള്ളത് ജനസമക്ഷം തെളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി സംശയത്തിൻ്റെ ആനുകൂല്യം ഇവർക്ക് നൽകാമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കോടതി പരിശോധിക്കും. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഇത് അഴിമതിയാണെന്ന് തെളിയാനുള്ള സർവ്വരേഖയുണ്ട്. പക്ഷേ കേജ്രിവാളിൻ്റെ ഒന്നും കേസിൽ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വരുന്നത്.